ഹായ് ഗൈസ്, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമുക്കൊരു ഹോട്ട് ഡോഗ് ഉണ്ടാക്കിയാലോ. അതിനായി ഹോട്ട് ഡോഗിൻ്റെ സോസേജ് ഞാനിവിടെ തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ ഹോട്ട് ഡോഗ് എല്ലാം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഓളം ഞാനിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഓരോരുത്തരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് നമ്മുടെ മുളക് പൊടിയും കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഞാൻ ഇതിനകത്ത് ചെറിയ മീനൊക്കെ നമ്മൾ വരയുന്ന പോലെ വരഞ്ഞു കൊടുക്കുവാണേ. കാരണം അതിനകത്ത് ഇച്ചിരി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഹോട്ട് ഡോഗ് ഉണ്ടാക്കുന്നത് ചുമ്മാ ജസ്റ്റ് തിളപ്പിച്ചിട്ട് ഒന്നെങ്കിൽ ഗ്രില്ലിലേക്ക് വെക്കും, അല്ലെങ്കിൽ പാനിലിട്ട് ചെയ്യുവാണേ. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി എനിക്ക് ആവശ്യമാണ്. അപ്പം ഞാനിതുപോലെ വരയൊക്കെ ഇട്ട് അതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കും, കുരുമുളക് പൊടി ചേർക്കും, പിന്നെ കുറച്ച് നമ്മുടെ മീറ്റ് മസാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാല ചേർത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് സോസുകളൂടെ ചേർക്കും. എന്നിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഹോട്ട് ഡോഗായിട്ടാക്കുന്നത്. കാണിച്ചു ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ്. എല്ലാവരുടെ പൊടിച്ച് വെച്ചേക്കുന്നത് ഇച്ചിരി ഗരം മസാല ചേർത്ത്, പിന്നെ സോസായിട്ട് ചേർക്കുന്നത് നമ്മുടെ കെച്ചപ്പാണ്. കുറച്ച് കെച്ചപ്പും ചില്ലി സോസും. ചില്ലി സോസ് ഒത്തിരി വേണ്ട, പിള്ളേർക്ക് എരിവുള്ളത് കൊണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ മസാല ഇതാണ്. ഓരോ ദിവസവും ഞാൻ സെപ്പറേറ്റ് മസാലകളാണ്. ഒന്നെങ്കിൽ ഞാൻ ചിലപ്പം ചിക്കൻ മസാല ചേർക്കും, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കും, ചിലപ്പം കുറച്ച് സോയാ സോസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാനാണ് തോന്നിയത്, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ മീനൊക്കെ വറക്കാൻ തേച്ച് പെരട്ടുന്ന പോലെ ഈ സോസേജിനെ ഇതുപോലെ പെരട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇപ്പം തന്നെ നമുക്ക് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒത്തിരി വേണ്ട, കുറച്ച്. ഇപ്പം ഹോട്ട് ഡോഗ് എല്ലാം ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇനി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാ വശവും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാവേ. ഇപ്പം കണ്ടോ, നമ്മുടെ സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ബ്രെഡിനകത്ത് വെച്ച് ഹോട്ട് ഡോഗ് ആക്കിയിട്ട് ഇനി നമുക്ക് ഹോട്ട് ഡോഗ് ഉണ്ടാക്കാവേ. ഞാൻ അതിനായി ഹോട്ട് ഡോഗിൻ്റെ ബൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേച്ച് കൊടുക്കുന്നത് മയോണൈസാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാനെപ്പോഴും ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ്. അപ്പം ഇതുപോലെ മയോണൈസ് തേച്ച് കൊടുത്തിട്ട് ഈ ഒരു സോസേജ് എടുത്ത് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കണ്ടോ, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഹോട്ട് ഡോഗ്. ഇഷ്ടമായാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.